കാശ്മീരിലെത്തിയതിനു ശേഷം മൂന്നാമത്തെ ദിവസത്തെ ഞങ്ങളുടെ യാത്ര പെഹൽഗാമിലേക്കായിരുന്നു. ശ്രീനഗറിൽ നിന്ന് ഒരു 2-2.5 മണിക്കൂറുണ്ട് പെഹൽഗാമിലേക്ക്. ഹോട്ടലിൽ നിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഞങ്ങളുടെ യാത്ര തുടങ്ങി. കാശ്മീരി ക്യാബ് ഡ്രൈവർ ഞങ്ങൾക്ക് പെഹൽഗാമിനെക്കുറിച്ചും അവിടെ കാണാനുള്ള സ്ഥലങ്ങളെക്കുറിച്ചുമൊക്കെ ഒരു വിവരണം തന്നിരുന്നു. പോകുന്ന വഴിക്കുടനീളം നല്ല നല്ല മഞ്ഞുമൂടിയ മലനിരകളും എല്ലാം ദൂരെ ദൂരെ കാണുന്നുണ്ടായിരുന്നു. വളരെ മനോഹരമായിരുന്നു ആ യാത്ര. ചെങ്കുത്തായ മലനിരകൾക്കിടയിലൂടെയുള്ള യാത്ര, എന്നാൽ അത് നമുക്ക് ഫീൽ ചെയ്യില്ല. അത്രയ്ക്ക് സുന്ദരമായിരുന്നു ഭൂപ്രകൃതി. അങ്ങനെ ഞങ്ങൾ പെഹൽഗാമിൻ്റെ ബോർഡർ എത്തി. കാശ്മീരിലെ തന്നെ അനന്ത്നാഗ് ജില്ലയിലാണ് പെഹൽഗാം സ്ഥിതി ചെയ്യുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കുറേ സ്ഥലങ്ങളുണ്ട് അവിടെ കാണാൻ. മെയിനായിട്ട് ബേതാബ് വാലി, ചന്ദൻ വാലി, ആരു വാലി, ബൈസരൻ വാലി തുടങ്ങിയ പ്രദേശങ്ങൾ. അതിലെ ബൈസരൻ വാലി അറിയപ്പെടുന്നത് മിനി സ്വിറ്റ്സർലൻഡ് എന്നാണ്. അത്രയ്ക്ക് മനോഹരമായ ഭൂപ്രകൃതിയാണ് അവിടെയുള്ളത്. ചുറ്റും പൈൻ മരങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശം. അങ്ങകലെ മഞ്ഞുമൂടിയ മലനിരകൾ. വളരെ മനോഹരമായ ഒരു പ്രദേശം. പക്ഷേ അങ്ങോട്ട് എത്തണമെങ്കിൽ കുതിരകളിലൂടെ കാൽനടയായോ മാത്രമേ വഴിയുള്ളൂ. ഞങ്ങൾ എന്തു വേണമെന്ന് കുറച്ചു നേരം ആലോചിച്ചു. ബൈസരൻ വാലി തന്നെ തിരഞ്ഞെടുത്തു. അങ്ങനെ കുതിരക്കാരോട് വിലപേശി ഞങ്ങൾ 4 പേരും 4 കുതിരകളിലായി ബൈസരൻ വാലിയിലേക്കുള്ള യാത്ര തുടങ്ങി. അതിദുർഘടവും ചെങ്കുത്തായ ഇറക്കങ്ങളും കയറ്റങ്ങളും നിറഞ്ഞ വഴികളിലൂടെയായിരുന്നു യാത്ര. വളരെ ദുർഘടവും അഡ്വഞ്ചറസുമായ യാത്രയായിരുന്നെങ്കിൽ പോലും ചുറ്റുമുള്ള ഭൂപ്രകൃതി ഞങ്ങളെ ആവേശഭരിതരാക്കി. ഞങ്ങൾ ക്ഷീണം മറന്നു. ചുറ്റുമുള്ള കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ട് കുതിരപ്പുറത്തിരുന്ന് എക്സ്പേർട്ടായ കുതിര റൈഡേഴ്സിനെ പോലെ, ഹോഴ്സ് റൈഡേഴ്സിനെ പോലെ ഞങ്ങളുടെ യാത്ര തുടങ്ങി. മിനി സ്വിറ്റ്സർലൻഡിലേക്കുള്ള യാത്ര, ബൈസരൻ വാലിയിലേക്കുള്ള യാത്ര. പെഹൽഗാമിൻ്റെ താഴത്തെ പോയിന്റിൽ നിന്ന് ഒരു 1.5 മണിക്കൂർ പോണിയിലൂടെ ഒരു കുതിരയിലൂടെ യാത്ര ചെയ്ത് വേണം ബൈസരൻ വാലിയിലേക്ക് എത്താൻ. അങ്ങനെ ഞങ്ങൾ വഴിനീളെ കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ട് ബൈസരൻ വാലിയിലെത്തി. അവിടെ എത്തിച്ചേർന്നപ്പോഴോ വന്നില്ലെങ്കിൽ നഷ്ടമാകുമായിരുന്നു എന്ന് ഞങ്ങൾക്ക് തോന്നി. അത്രയ്ക്ക് മനോഹരമായ പ്രദേശമായിരുന്നു ബൈസരൻ വാലി. ചുറ്റും പൈൻ ഫോറസ്റ്റുകളാൽ ചുറ്റപ്പെട്ട് അങ്ങകലെ മഞ്ഞുമൂടിയ പർവ്വതനിരകൾക്ക് നടുവിൽ ഒരു വാലി. വളരെ വളരെ മനോഹരമായ കാഴ്ചയായിരുന്നു അത്. ചുറ്റും വീടുകളോ കടകളോ ഒന്നുമില്ല. ഒരു ചെറിയ ഫുഡ് കോർട്ട് മാത്രം. പക്ഷേ അവിടെ ചൂട് മാഗിയും അതുപോലെയുള്ള സ്നാക്സുകളുമുണ്ട്. ആ കയറ്റത്തിൻ്റെയും ഇറക്കത്തിൻ്റെയും കുതിര റൈഡിൻ്റെയും ക്ഷീണമെല്ലാം ഞങ്ങൾ ഒരു ചൂട് മാഗിയിലൂടെ തീർത്ത് കുട്ടികൾക്കായുള്ള സിപ്പ് ലൈൻ ആക്ടിവിറ്റി ചെയ്ത് കുറേ നേരം പ്രകൃതി ഭംഗി ആസ്വദിച്ച് ഞങ്ങൾ അവിടെ നിന്നു. അതിനുശേഷം ഞങ്ങൾക്ക് തിരിച്ചിറങ്ങാനുള്ള സമയമായി. തിരിച്ചിറങ്ങിയേ പറ്റൂ. പോരുവാൻ ഒട്ടും മനസ്സുണ്ടായിരുന്നില്ലെങ്കിൽ കൂടിയും ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ യാത്ര തുടങ്ങി. വന്ന വഴിയിലൂടെ തന്നെ കുതിരകളിലൂടെയുള്ള യാത്ര. കയറ്റത്തിനേക്കാൾ ദുഷ്കരമായിരുന്നു ഇറക്കം. കുതിരകൾക്കറിയാം അതിനെങ്ങനെ പോകണമെന്ന്. പക്ഷേ നമുക്കറിയില്ലല്ലോ കുതിരകൾക്കറിയാമെന്ന്. പേടിച്ചുകൊണ്ടും എന്നാൽ പുറത്ത് ധൈര്യം കാട്ടിക്കൊണ്ടും ഞങ്ങളിരുന്നു. അങ്ങനെ 1.5 മണിക്കൂർ ചെങ്കുത്തായ ഇറക്കങ്ങളിലൂടെയും ചതുപ്പ് നിലങ്ങളിൽ കൂടിയുള്ള യാത്ര കഴിഞ്ഞ് ഞങ്ങൾ താഴെ കയറിപ്പോയ അതേ പോയിന്റിൽ എത്തിച്ചേർന്നു. കുതിരക്കാരന് നന്ദിയും ടിപ്പും കൊടുത്ത് ഞങ്ങൾ പെഹൽഗാം വിടാൻ തയ്യാറായി.
അവിടുത്തെ ആളുകളുടെ മുഖ്യ ഉപജീവനമാർഗം ടൂറിസം തന്നെയാണ്. ഇതുപോലെ ആളുകളെ ഒരു ദിവസം 10-12 പ്രാവശ്യം മുകളിലേക്കും താഴേക്കും കയറ്റി ഇറക്കി കൊണ്ടുവരുമ്പോൾ ഒരു ദിവസം കിട്ടുന്നത് 800 രൂപയും ഒക്കെ ആയിരിക്കും കുതിര ഉടമയിൽ നിന്നും. പക്ഷേ അതുകൊണ്ട് അവർ ഹാപ്പിയാണ്. അങ്ങനെ വളരെ നല്ല ഓർമ്മകളുമായി ഞങ്ങൾ പെഹൽഗാമിൽ നിന്നും തിരിച്ചു ശ്രീനഗറിലേക്ക് യാത്ര തിരിച്ചു.